ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ വേറൊരു പണിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കട തുടങ്ങിയാലോ. അത് നമ്മൾ ലംബോർഗിനി അല്ല, ഇറ്റ് മീൻസ് ലൈക്ക് കാറിൻ്റെ ഒക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഷിഞ്ചനും പിഞ്ഞാനും അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ കളിക്കുന്നുണ്ട്. ഒരു നേരത്തെ എണീക്കട്ടെ, എനിക്ക് ഇപ്പോൾ ചായ കുടിച്ചിട്ടാണ് ഞാൻ എണീച്ചത്. ഓക്കെ ഗായ്സ്, അതാ ഒരാളതാണ് അവിടെ നിൽക്കുന്നത്. ഇതെന്താടാ അവിടെ ചെയ്യണ? ഒന്നുമില്ലടാ. മറ്റോന് ഓനിവിടെ അതാ അവന് ഇവിടെ തന്നെ ഉണ്ടല്ലോ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഗൈസ് ഒരാളെ വിളിക്കാണ്ട് കേട്ടോ. ഓന് മറ്റേ വണ്ടിയൊക്കെ തരുന്ന ആളാണ്. ഓൻ അങ്ങനെ അവിടുത്തെ സ്ഥലമുള്ള എടാ യാഷ, ഇജിപ്പോൾ അവിടെ ഉണ്ടോ? എനിക്കിപ്പോൾ ഒരു കട തുടങ്ങണമായിരുന്നു. ഞാൻ അവിടെ ഉണ്ടടാ. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാം. എടാ ഇജെന്നാലേ അങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് പൈസ തന്നിട്ട് എനിക്കത് വാങ്ങാനുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഒരു കട ഉണ്ട് അവിടെ. അത് ഞാൻ കുറേ കാലമായി നോക്കി വെക്കണേ. അപ്പോൾ നിങ്ങളിവിടെ നിൽക്കട്ടോ, ഞാനേ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ പോവാം. വൈക്കോട്ട മാറിട്ടാ, എൻ്റെ വണ്ടിക്ക് ബ്രേക്കില്ല. അല്ലോ പറഞ്ഞില്ലേ. അപ്പോൾ ഗോയ്സ്, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. അവിടെ അതാ നേരെ കാണണം കേട്ടോ. നമ്മൾ ഗ്യാരേജ് ഷോറൂം, അടിപൊളി ഷോറൂം. മുകളിലേക്ക് നിലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല സ്ഥലമുണ്ട് വണ്ടി ഇടാൻ. പിന്നെ നമുക്ക് ഇനി ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, വണ്ടി ഇത് മൊത്തം ലെങ്തി ആയിട്ടൊക്കെ എടുക്കുകയാണ്. അതുകൊണ്ട് ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാറൊക്കെ അങ്ങോട്ട് കൊണ്ടുവരട്ടോ. ഏതൊക്കെ കാർ കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് നിർത്താം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വെക്കട്ടോ, എങ്ങനെയുണ്ടെന്ന്. അവിടെ നല്ലതാണോ ചീത്താണോ നമുക്ക് അവനൊന്ന് വിളിച്ച് പറഞ്ഞു വേണം. അത് അവൻ്റെ ഡീലറാണ് കേട്ടോ, നമുക്ക് വണ്ടിയൊക്കെ സെറ്റാക്കി തരണം. അപ്പോൾ ഇതാണ് നമ്മളെ ഡീലർഷിപ്പിൻ്റെ ഗാരേജ്. അവിടെ അടിപൊളി. അതിൻ്റെ മുകൾക്കൊക്കെ ഞാൻ കാണിച്ചുതരാം. വണ്ടി എടുത്തിട്ട് വേണം കയറാൻ, എന്നാലേ അതിൻ്റെ ഒരു ഗുമ്മിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ അതിൻ്റെ മുകളിൽ കണ്ട് കയറി വെക്കാം. അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നത്. എൻ്റെ വണ്ടിക്കാരും ഇടിച്ചില്ലല്ലോ. നമ്മളെ വണ്ടീൻ്റെ സൈഡൊക്കെ ഞാൻ ഇപ്പം മറന്നു കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കയറി വെക്കട്ടോ. അവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഏതോ ഒരാളവിടെ നിലത്തെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴാണ് അങ്ങനെ ഇടിച്ച് നിലത്തെടുക്കല്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കണ്ട് കയറിപ്പോവാം. ഇങ്ങനെ ഉണ്ട് കയറണം കേട്ടോ. ഇത് വ്യൂ മാറ്റണം. വണ്ടി നല്ല പാടുകളുണ്ട് കേട്ടോ ഇത് കയറി കഴിയാൻ. നിങ്ങൾ തന്നെ കണ്ടോ, നോക്ക്, നല്ല പാടുണ്ട്. എന്തൊരു കഷ്ടം. ഒരിടത്ത് നിൽക്കുന്നു, ഒരിടത്ത് നിന്ന് കയറുന്നു, ഒരിടത്ത് നിൽക്കുന്നു, പിന്നെയും ബാക്കെടുത്ത് പിന്നെയും കയറുന്നു. ഇതൊന്ന് കഷ്ടമാണ്. അതാ പിന്നെ അടിച്ച് ലൈറ്റായിട്ട് ഓണാക്കിയിരിക്കണം തോന്നുന്നു. ലൈറ്റൊന്ന് ഓഫാക്കണം. ഏതായാലും ഇത് ഫസ്റ്റ് കയറി കേട്ടോ. വണ്ടി മൊത്തം സ്ലിപ്പാവും, പിന്നെ ബാക്കൊക്കെ പോവും. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. എങ്ങനെയാണ് ഞാൻ അടുത്ത വണ്ടികളൊക്കെ കയറ്റുക. ഓക്കെ, ഞാൻ വണ്ടി ഇതാണ് കേട്ടോ നമ്മളെ മുകളിലത്തെ സ്ഥലം. നല്ല സ്ഥലമുണ്ട്. നമുക്ക് അവിടെ നല്ല കുറേ വണ്ടികൾ നിർത്തിയിടും കേട്ടോ. വണ്ടീൻ്റെ ബോണറ്റിന് എന്താ പറ്റി? ഇല്ലല്ല. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങുന്നതിൻ്റെ മുമ്പ് അവിടെ നമുക്ക് ഓനെ വിളിച്ചാണ്ട് പറയാം. എൻ്റെ ഫ്രണ്ട് കേട്ടോ, എനിക്ക് ഇതൊക്കെ അറിയാം. ഓൻ്റെ സ്വന്തം ഡീലർഷിപ്പ്. പിന്നെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കണ്ട് വാങ്ങാം. അത്ര പ്രൈസ് അറിയണം നോക്ക. കുറഞ്ഞ ആദ്യമായിരുന്നു 20 കോടിൻ്റെ ഡീല്. ഓന് സഞ്ജയ് ഓനക്ക് വിളിച്ചു നോക്കട്ടെ. ഹലോ, ഇജ് അവിടെ ഉണ്ടോ? ഞാനവിടെ ഉണ്ടോ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എൻ്റെ ഈ ഡീലർഷിപ്പ് ഇജ് വർക്ക് ചെയ്യിപ്പില്ല. ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എടുക്കട്ടെ.
എത്ര കോടിയോ? 2 കോടിയാണ്. ഞാൻ എടുക്കാം. ഓക്കെ ഗൈസ്, വിളിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി എടുത്ത് അടിയിലേക്ക് പോകട്ടെ. നമുക്ക് ഇത് മൊത്തം വീഡിയോ ലെങ്തി ആയതുകൊണ്ട് അപ്പം തന്നെ നല്ല 5:16 അയക്കണ്. നല്ല ലെങ്തി അയക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വണ്ടി ഇറക്കിയുണ്ട്. ഒന്ന് വേഗം പോവാം. വണ്ടി ഇറക്കാനും പാടാണ്, വണ്ടി കയറ്റാനും പാടാണ്, ഇല്ലാത്തൊരു പാടാണ്. അപ്പോൾ കണ്ടില്ലേ, ഇനി ടയറൊന്ന് കുടുങ്ങും, വണ്ടി ഇടിക്കും. കുറച്ച് നേരം പെടേണ്ട പണിയാണ് കേട്ടത്. വല്ലാത്ത പണിയാണ്. വണ്ടി മൊത്തം സ്റ്റക്കായല്ല. ഇനി തിരിച്ചാണ്ട് ഒന്നും കൂടി എടുക്കുക, ഒന്നും കൂടി ബാക്ക് എടുക്കുക, ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ, നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്കല്ല വീട്ടിലേക്ക് ഇടാം. എന്നിട്ട് പൈസ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കും. അവന് അപ്പം അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇപ്പം വീട്ടിലാണ്, അവർക്ക് ഇപ്പോൾ ഒരു പണിയില്ല. ഓക്കെ, ഇനി വണ്ടി അവിടെ എത്തണം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വീഡിയോസ് ഇനിയും ഞാൻ കൊണ്ടുപോകും. ഇത് മാത്രമല്ല, കുറേ വീഡിയോസ് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് നേരെ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്നിട്ട് ഇത് മൊത്തം കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് പൈസ എടുക്കണം കേട്ടോ. പൈസ ഞാൻ എവിടെ വെച്ചിരിക്കണത് നിങ്ങൾ കണ്ടാന്ന് കിട്ടും. അത് ആരും അറിയാത്ത വല്ലാത്ത സ്ഥലത്താണ് ഞാൻ വെച്ചാണ്. ഒന്നും കൂടി ഫ്രണ്ടിൽ എടുത്ത് വെക്കിടാം. എനിക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ, ക്ഷമിക്കണം. നോക്കി ഡോറൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഒന്ന് ഓക്കെ. ഇനി നമുക്ക് തടഞ്ഞു. ഇനി നമുക്ക് നേരെ പൈസ എടുക്കാൻ പോവാം. ഷിൻചാൻ ഡോറാൻ അവിടെ ബാക്കിൽ കളിച്ചിട്ടുണ്ടാവും തോന്നുന്നു. മുകളിലാണ് കേട്ടോ, നമ്മൾ കിടക്കണേൻ്റെ അവിടെയാണ്. പക്ഷേ അത് വല്ലാത്തൊരു സീക്രറ്റാണ് കേട്ടോ, ആർക്കും അറിയാത്തൊരു സീക്രറ്റാണ്. നിങ്ങൾ നെട്ടും മോനെ, ഇങ്ങനെ കയറണം. ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നമ്മളെ ബെഡിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഇത് ഈ വേസ്റ്റ് ബിന്നിലാണ് നമ്മളെ നമ്മളിപ്പോൾ പൈസ എടുത്തിട്ട്. ഇനി നമുക്ക് 20 കോടി ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ 2 കോടി എടുത്തിക്കണ്. ഇനി നമുക്ക് അടിക്ക് പോയിക്കാണ്ട് ആ പൈസയും കൊടുത്താണ്ട് നേരെ അതാണ്ട് വാങ്ങാം. അപ്പോൾ നമുക്ക് ഡോറ് വലിഞ്ഞ വണ്ടിയാണ്ട് നമുക്ക് ഈ വണ്ടി എടുത്താൽ മതി. ഈ റെഡ് വണ്ടി, അടുത്ത വണ്ടി കേട്ടോ. നമ്മളെല്ലാ വണ്ടികളും റെഡാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. അപ്പോൾ ഓക്കെ, തുറക്കു സീസൺ നമുക്ക് വേഗം പോകണം കേട്ടോ. ഞാനിപ്പോൾ അവിടെ എത്തിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് നമുക്ക് നേരെ വീട്ടിലേക്ക് ഇടാം. സോറി, ഞാൻ വീട്ടിലേക്ക് ഇടാനാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും പറഞ്ഞ് നമുക്ക് പോകേണ്ടി അവിടെ ഞാൻ ഷോപ്പിൻ്റെ മുമ്പിലേക്കാണ്. അവന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് പൈസ അങ്ങനെ. അപ്പോൾ പഠിച്ചോനെ ഇതെന്തോ കഷ്ടമാണ്. വണ്ടി മറന്ന് ആ ചെക്കനെ അതാ കിടക്കണം. അതല്ലേ നമുക്ക് എസ്കേപ്പ് ആകും. വണ്ടി ഓട്ടോമാറ്റിക്കായി ഓടുന്നുണ്ടല്ലോ, നമുക്ക് ഏതായാലും എസ്കേപ്പ് ആകാം. ഇവിടെ നിൽക്കണ്ട, ഡോറൊക്കെ അതാ കിടക്കണേ. നമുക്ക് ഏതായാലും ഡോറ് പിന്നെ ശരിയാക്കാം. ഇപ്പം നമുക്ക് ഇവിടെ വേറെ പണി ഉണ്ടായതുകൊണ്ട് ഏതായാലും നമുക്ക് ആ പണിക്ക് ഇപ്പോൾ പോകണ്ട, കുറച്ച് നാളെ പോട്ടോ. അന്ന് നമുക്ക് വണ്ടിയൊക്കെ വാങ്ങണ്ടേ ആ ടൈമിൽ. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണത്? ഇത്തിരി കഷ്ടം, വണ്ടി പറഞ്ഞില്ല. ഓക്കെ, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അല്ലേ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത്രക്കും എഡിറ്റ് ചെയ്ത് പറഞ്ഞ് കഷ്ടപ്പെട്ട് വിടും. നിങ്ങളൊരു ലൈക്ക് അല്ലെങ്കിൽ വേണ്ട, ഇത് മൊത്തം ഒന്ന് ഇരുന്ന് കണ്ടാൽ എനിക്ക് എന്തൊരു ഇതുണ്ടാവും എന്നറിയാം.
അതുകൊണ്ട് ഗൈസ് മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക മൊത്തം. വേറെ കുറേ ഫാൻസൊക്കെ ഉണ്ട്, അവരൊക്കെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യലുണ്ട്. അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് മാത്രം അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ അത് മൊത്തം കാണണം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ മാറ്റിക്കോ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി മുളക്ക് കയറ്റി വെക്കട്ടെ. എന്തൊരു കഷ്ടമാണ്, വണ്ടി മൊത്തത് കുടുങ്ങിക്കിടക്കുക. വണ്ടി നല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ അവസാനം കയറി ഇങ്ങോട്ട് ഇവിടെ ഇല്ല, നോക്കി അതാണ് താഴത്തേക്ക് തന്നെ ഇറങ്ങാം. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പൊട്ടത്തരം കാണിക്കണം, പിന്നെ അടി പൊളിഞ്ഞ്. എന്തൊരു കഷ്ടമാണ്, വണ്ടി എടുക്കും ബാക്ക് എടുക്കും, വണ്ടി എടുക്കും ബാക്ക് എടുക്കും തന്നെ. വണ്ടി ഇനിയും കുടുങ്ങി. നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി വണ്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അടിപൊളി വണ്ടിയെന്ന് വെച്ചാൽ അടിപൊളി അൾട്ര സീന് വണ്ടിയാണ്. അതൊന്നും അത് ഇവിടെ നിന്ന് ഇല്ലാത്ത എക്സ്പോർട്ട് ചെയ്ത വണ്ടികളാണ്. ഞാൻ ഇപ്പോൾ അതിന് എക്സ്പോർട്ടിന് കൊടുത്തിക്കണ്. അത് നാളെ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ബീച്ചിലെത്തൽ അത് എനിക്കറിയില്ല. ഓൻ്റെ പുറം പോയി. അപ്പോൾ ഓനതാവും. എടാ അവിടെ നിൽക്കടാ, ഞാനിതാ അവിടെ നടന്നു പോയില്ല. ഇജ്ജെന്ത് ഇങ്ങനെ? ഇതാ എൻ്റെ ഇജ്ജല്ലേ പറഞ്ഞ് എനിക്ക് പൈസ ആണ് മറ്റേ അതിന് ആണേ അങ്ങനെ പൈസ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഓനക്ക് ഞാൻ പൈസ കൊടുത്തിങ്ങനെ. അപ്പോൾ ഫുൾ സെറ്റ് അഗ്രിമെൻ്റൊക്കെ ഒപ്പിട്ട് ഇനിയിപ്പോൾ ഏതായാലും ഓൾറെഡി ഇത് നല്ല ലെങ്തി വീഡിയോ അയക്കണേ. ഇനി നമുക്ക് തിരിച്ച് അവിടെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വണ്ടി കയറട്ടെ, വണ്ടീൻ്റെ ഡോറൊക്കെ പൊളിഞ്ഞിങ്ങനെ ചില്ലും പൊട്ടിക്കണം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.